ഹണിമൂണിന് പോയ സമയത്ത് തന്നെ ഇവരെന്തോ ആക്ടിവിറ്റിയിലോ ട്രിപ്പിലോ ആയിരുന്ന സമയത്ത് ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ടൂർ ഓപ്പറേറ്ററിൻ്റെ ഹോട്ടലിൻ്റെ നമ്പർ മേടിച്ചു, ആൻറ്റി ആ ഹോട്ടലിൽ വിളിച്ചു, ഇവർ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ള ഇൻസിഡൻസ് ഉണ്ട്. നമുക്കിതൊക്കെ ആദ്യം എന്റെ ലോക്കറിലുള്ള 200 പവന്റെ ഗോൾഡും കമലേശ്വരത്തുള്ള 2800 സ്ക്വയർ ഫീറ്റ് വീട് 10 സെന്റ് സ്ഥലവും എന്റെ മാമന്മാരായ സാജൻ രാജ് എസ് എൽ ഇവരുടെ പേരിൽ ചേർക്കണം. എന്തോ ഒരു വശപ്പശ കടിച്ചില്ലേ? എനിക്കടിച്ചായിരുന്നു ഒരു വശപ്പശ കടിച്ചായിരുന്നു. വിഷയം എന്താണെന്നല്ലേ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ട്രിവാൻഡ്രത്താണ് സംഭവം, കമലേശ്വരത്താണ്. അമ്മയും മകളും സ്വയം ജീവനൊടുക്കിയ ഒരു കേസ്. ഭർത്താവ് വളരെ അധികം പരിഹസിക്കുകയും ആട്ടും തുപ്പും ഒക്കെ കേട്ട് ആ ഒരു ലെവലില് പീക്ക് ലെവലിലായപ്പോൾ മാനസികമായിട്ട് തളർന്ന് ഈ അമ്മയും മോളും സ്വയം ജീവനൊടുക്കുകയാണ്. അതുപോലെ 1 മാസം മുന്നേ അച്ഛൻ മരണപ്പെടുകയാണ്. ഇങ്ങനത്തെ കുറച്ചധികം ഇൻസിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവസാനമായി എഴുതിയ കുറിപ്പ് ഞാനിവിടെ വായിക്കുന്നതാണ്. ആ കുറിപ്പിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു വശപ്പശക് അടിച്ചു. വേറെ ഒന്നുമില്ലടേ, അവസാനമായി ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് തന്റെ സമ്പാദ്യം മൊത്തം ഒരാൾക്ക് കൊടുക്കുന്നു, ഓക്കെ, പക്ഷെ എവിടെയോ എന്തോ ഒരു ചീഞ്ഞാട്ടം. അതുപോലെ നമ്മുടെ ഉണ്ണികൃഷ്ണ അണ്ണന്റെ, അതായത് ഭർത്താവ് അണ്ണന്റെ സഹോദരൻ രംഗത്ത് വന്നിട്ട് ചേട്ടനെ അങ്ങോട്ട് വെളുപ്പിച്ച് വൈറ്റ് വാഷ് അടിക്കുകയാണ്, വാരിയിട്ടടിക്കുകയാണ് വൈറ്റ് വാഷ്. നല്ല അടിപൊളി വൈറ്റ് വാഷ്. ന്യൂസ് കേൾക്കാം. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയ കേസിൽ മകൾ ഗ്രീമയെ ഭർത്താവ് നിരന്തരം വിദ്യാഭ്യാസം കുറവെന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്നതായി ബന്ധുക്കൾ. എംടെക് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഗ്രീമ മോഡേൺ അല്ലെന്നും ഭാഗ്യമില്ലാത്തവളെന്നും ഭർത്താവ് ഉണ്ണികൃഷ്ണനും കുടുംബവും കുറ്റപ്പെടുത്തിയിരുന്നുവെന്നും ബന്ധുക്കൾ മൊഴി നൽകി. ഓക്കെ, ഇനി ഉണ്ണികൃഷ്ണന്റെ മുന്നിൽ ബിക്കിനിയിട്ട് നിൽക്കണമായിരിക്കും ഭാര്യ, അല്ലേ? എങ്കിലേ അവന് പിടിക്കത്തുള്ളൂ. മോഡേൺ അല്ല, അതാണ് ഒരു റീസൺ. അതുപോലെ അവൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഇതാണ് മറ്റൊരു റീസൺ. ഗ്രീമ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. സത്യം പറഞ്ഞാലോ, നല്ല പെണ്ണുങ്ങൾക്ക് നല്ല പയ്യന്മാരെ കിട്ടത്തില്ല, നല്ല പയ്യന്മാർക്ക് നല്ല പെണ്ണുങ്ങളെ കിട്ടത്തില്ല. ഇവിടെ ഈ ഭർത്താവ് എന്ന് പറയുന്നവനെ, അതായത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നവനെ അവന്റെ സഹോദരൻ വന്നിരുന്ന് വെളുപ്പിക്കുന്ന കാണുമ്പോൾ എനിക്ക് വലിയ അതിശയം തോന്നുന്നില്ല. അവന്റെ സഹോദരനെ വെളുപ്പിച്ചങ്ങ് എടുക്കുകയാണ്, വേറെ വലിയ അതിശയമായിട്ടൊന്നും തോന്നുന്നില്ല. അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെയും പെൺകുട്ടിയുടെ അമ്മയുടെ ഭാഗത്താണ് ഫുൾ മിസ്റ്റേക്ക് എന്ന്. അതുകൊണ്ടാണ് അവര് സ്വയം തീർന്നത്. അവർ അത്രയും ജീവിതത്തിൽ സന്തോഷമായിരുന്നെങ്കിൽ അവർ സ്വയം തീരുമായിരുന്നു. എന്റെ ചോദ്യം അതാണ് ഉണ്ണികൃഷ്ണന്റെ സഹോദരന്റെ അടുത്ത്. അതേ എനിക്ക് ചോദിക്കാനുള്ളൂ. അത്രയ്ക്കും സന്തോഷത്തോടെ, വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു, ഒരു അമ്മയും മകളും ആയിരുന്നെങ്കിൽ അവരിങ്ങനെ ഒരു കടും കൈ ചെയ്യുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കടും കൈ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുമായിരുന്നോ? ഒന്ന് ചിന്തിക്ക്. നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉള്ളത് കൊണ്ടല്ലേ 200 പവൻ സ്വർണം കിട്ടിയിട്ടും അണ്ണാക്കിൽ തികയുന്നില്ല. സഹോദരൻ വന്നെന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞ് തള്ള കണ്ണെന്ന് തളിച്ചു. തള്ള 200 പവനൊന്നും നമുക്ക് വിഷയമല്ലേ, നമ്മളത് നോക്കിയിട്ട് പോലുമില്ല, നമുക്കറിയില്ല. അയ്യോ, നമ്മൾ സ്വർണ്ണമൊന്നും നോക്കാറില്ല. ആ ഒരു സെറ്റപ്പ് സംസാരമാണ്. അയ്യോ, എന്താ നന്മ മരങ്ങൾ, ഇത്രയും നല്ല കുടുംബമായിരുന്നു, എന്നിട്ടാണ് ആ പെണ്ണ് ചത്തത്. ആ പെണ്ണ് സ്വയം തീർന്നത്. എന്തോന്നടേ കാണണം, നമ്മൾ പൊട്ടന്മാരെന്നാണ് വിചാരം. ഉണ്ണികൃഷ്ണന്റെ സഹോദര വെളുപ്പിക്കുന്നതൊക്കെ കൊള്ളാം സഹോദരനെ, പക്ഷെ എന്തെങ്കിലും അതിലൊരു ലോജിക്ക് വേണം. അതില്ലാണ്ട് വന്നിട്ട് ചുമ്മാ വെളുപ്പിക്കാൻ നിൽക്കില്ലേ. ന്യൂസ് 200 പവൻ കൊടുത്തിട്ടും സ്ത്രീധനം കുറഞ്ഞെന്നും പരാതിപ്പെട്ടു. അതായത് 200 പവൻ സ്വർണം കൊടുത്തിട്ടും സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന് പരാതിപ്പെട്ടു. അതായത് ആരാ പരാതിപ്പെട്ടെ? ഈ ഗ്രീമയുടെ കുടുംബത്തിലുള്ളവരാ? അല്ല. ആരുടെ കുടുംബത്തിലുള്ള? ഭർത്താവായ ഉണ്ണികൃഷ്ണന്റെ കുടുംബത്തിലുള്ളവരുൾപ്പെടെ. നിങ്ങൾ നോട്ട് ദ പോയിന്റ്, ആ പോയിന്റ് നോട്ട് ചെയ്യണം. അതുപോലെ ആദ്യം വിദ്യാഭ്യാസം കുറവാണെന്ന് ഉണ്ണികൃഷ്ണൻ മാത്രമല്ല കുടുംബത്തിലുള്ളവർ ഉൾപ്പെടെ പറഞ്ഞു. നോട്ട് ദാറ്റ് പോയിന്റ്. 2 പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, അവന്റെ കുടുംബത്തിലുള്ളവരടക്കം പറഞ്ഞ ഒരു കേസാണ്. അപ്പൊ 2 പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. ഈ 2 പോയിന്റ് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് നോട്ട് ചെയ്ത് വെക്കാൻ. ഉണ്ണികൃഷ്ണൻ മാത്രമല്ല, അവന്റെ കുടുംബത്തിലുള്ളവരടക്കം. അവന്റെ കുടുംബത്തിലുള്ളവരെന്ന് പറയുമ്പോൾ ഈ സഹോദരൻ ഉൾപ്പെടെ അതിൽ പെടും, അല്ലെ? അവന്റെ കുടുംബത്തിലുള്ളതാണല്ലോ. അങ്ങനെ വരുന്ന സ്ഥിതിക്ക് സ്വന്തം സഹോദരനെ വെളുപ്പിക്കാനും ആ കുടുംബത്തിൽ ഇമാതിരി കന്നന്തിരിവുകൾ കാണിച്ചവർ ഉൾപ്പെടെ സ്വയമേ വന്നിരുന്ന് വെളുപ്പിക്കുന്ന രീതിയിൽ ഇന്റർവ്യൂ കൊടുക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഉണ്ണികൃഷ്ണൻ അവന്റെ സഹോദരൻ വന്നിരുന്നിട്ട് അവനെയും അവന്റെ സഹോദരനെയൊക്കെ വെളുപ്പിച്ച് അങ്ങോട്ട് പിടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. ഈ ന്യൂസിൽ പറയുന്നത് എന്താ? അവനും അവന്റെ കുടുംബത്തിലുള്ളവർക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. ബാക്കി മുംബൈയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണനെ രാത്രിയോടെ തിരുവനന്തപുരത്തെത്തിക്കും. കമലേശ്വരം ശാന്തി ഗാർഡൻസിൽ സോമനന്ദനത്തിൽ എസ്.എൽ. സജിതയും മകൾ ഗ്രീമ എസ്. രാജും ജീവനൊടുക്കിയ കേസിലാണ് ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ ക്രൂരതകൾ പുറത്തുവരുന്നത്.
എംടെക്കുകാരിക്ക് വിദ്യാഭ്യാസം കുറവെന്നായിരുന്നു IIT 1ാം റാങ്കുകാരനായ ഭർത്താവിന്റെ പരാതി. കേട്ടല്ലോ, പരാതി കൊടുത്തിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ എല്ലാം നോട്ട് ചെയ്യണം, എല്ലാം നോട്ട് ചെയ്യണം. ഇവ 1ാം റാങ്കുകാരനാണ്. അപ്പൊ അവന്റെ ഭാര്യയ്ക്ക് പഠിപ്പ് കുറവ്, പഠിപ്പ് കുറവ്. നിനക്കിനി പ്രധാനമന്ത്രിയെ പിടിച്ച് കെട്ടിച്ചേരാ, പഠിപ്പ് കുറച്ച് കൂടുതലാവട്ടെ. പിന്നെ അല്ലാണ്ട് എന്നാ ചെയ്യണം അവനെയൊക്കെ? അവന് പഠിപ്പ് കുറഞ്ഞു പോയെന്ന്. ഇതില്ലാത്ത കാര്യമൊന്നുമില്ല. ആ ബന്ധുക്കൾക്ക് വന്നിട്ട് ഇല്ലാത്ത കാര്യം ചവച്ച് ഉപ്പേണ്ട കാര്യമില്ല. അതുപോലെ ആ പെൺകുട്ടിയും ആ അമ്മയും ഈ ലാസ്റ്റ് ഏതോ ഒരു മരണ വീട്ടിൽ വെച്ചിട്ട് നിന്റെ അടുത്ത് വന്നിട്ട് പട്ടിയെ പോലെ മിണ്ടിയപ്പോ നിനക്ക് പുച്ഛം. എന്നിട്ട് അവര് രണ്ടുപേരും തീർന്നപ്പോ നൈസായിട്ട് നാട് വിട്ട് ഒളിവിൽ കൂടി കയറി പോവാണ്. മുംബൈയിലവിടെ ആയിട്ട് അവിടെ ആയിട്ട് തൂക്കി ലുക്കട്ട് നോട്ടീസ് വിട്ട് പിടിച്ച്. നല്ല മോയ്. എന്നിട്ട് ന്യായീകരണം വേറെ. കൊള്ളാം നല്ലവനാ നീ. കൂടുതൽ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയെ ലഭിക്കുമായിരുന്നെന്ന് വീട്ടുകാരും പലതവണ കുറ്റപ്പെടുത്തി. കേട്ടല്ലോ, നോട്ട് ദ പോയിന്റ്. അതായത് എടാ ഉണ്ണികൃഷ്ണൻ മോനെ, ചേട്ടനും കൂടിയ നല്ല പഠിത്തമുള്ള പെണ്ണുങ്ങളൊക്കെ കിട്ടും. ചേട്ടൻ എന്തിനാ ഇവളെ കെട്ടിയത്? ഈ സെറ്റപ്പ് സംസാരം ഈ ഉണ്ണിക്കണ്ണനാ ഉണ്ണികൃഷ്ണനാ അവന്റെ കുടുംബം അടക്കം സംസാരിച്ചിരുന്നു എന്നുള്ളൊരു പോയിന്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവൻ മാത്രമല്ല പ്രതി, അവന്റെ കുടുംബക്കാരടക്കം. ഇന്ന് ഇവനെ വന്നിരുന്ന് വെളുപ്പിക്കുന്ന ഇവന്റെ സഹോദരനടക്കം ഇതിൽ പ്രതി വരികയാണ്. അതിന്റെ റീസൺ നിങ്ങൾ ഇന്നൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആര് പറഞ്ഞു? ഇവന്റെ കുടുംബക്കാരടക്കം. ഇവന്റെ കുടുംബത്തിലുള്ള ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരാരാ? ഇവന്റെ സഹോദരനല്ലേ. അതും ഇവനെ വന്നിരുന്ന് വെളുപ്പിക്കുന്ന ആരാ? ഇവന്റെ സഹോദരനല്ലേ. നോട്ട് ദ പോയിന്റ്. പെൺകുട്ടി മോഡേൺ അല്ലെന്നും അയർലൻഡിൽ പഠിക്കുന്ന ഭർത്താവ് നിരന്തരം കുറ്റം പറഞ്ഞു. കേട്ടല്ലോ, പെൺകുട്ടി മോഡേൺ അല്ല, അയർലൻഡിൽ പഠിക്കുന്ന ഭർത്താവ് നിരന്തരം കുറ്റം പറഞ്ഞു. അവിടെ പോയി അവന് മറ്റേ ബിക്കിനി ഷൂട്ടുകൾ കണ്ടപ്പോൾ തള്ള എന്റെ ഭാര്യ മാത്രം മോഡേൺ അല്ല, അവള് ബിക്കിനി ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഈ മൈൻഡായി ഭർത്താവ് കൂട്ടൻ. കൊള്ളാടാ കുട്ട, നീ നല്ലൊരു കുട്ടൻ തന്നെയാണ്. നിനക്കിനി അയർലൻഡിൽ പോണ്ട, നീ ഇവിടെ ഇരുന്ന് ഇനി ഇത്ര ഉക്കുറു വരയ്ക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി തരാം കേട്ടാ. അവന് പിടിക്കുന്നില്ല, അവന്റെ ഭാര്യ ബിക്കിനി ഇട്ട് തന്നാലേ അവന് പിടിക്കത്തുള്ളൂ. പുന്നാരമ്മമാര്, നീയൊക്കെ എന്തിനാ കെട്ടാൻ പോകുന്നത്? ഇതൊക്കെ ആദ്യം കണ്ടില്ലേ? ആ പെണ്ണ് സാധാരണക്കാരിയെ പോലെ നടക്കുന്ന, അല്ലെങ്കിൽ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ച് കിടക്കുന്ന, മോഡേൺ അല്ലാത്ത ഒരു പെൺകുട്ടിയാണെന്ന് നീ കല്യാണം ആലോചിച്ച് പോയപ്പോൾ നീ കണ്ടില്ലേ? അതുപോലെ കല്യാണം ആലോചിച്ച് പോയപ്പോൾ നീ അവളുടെ പഠനം കണ്ടില്ലേ? അതാ 200 പവൻ സ്വർണം മാത്രമാണോ നീ കണ്ടത്? സ്ത്രീധനം മാത്രമാണോ അപ്പോഴും കണ്ടത്? കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ സ്ത്രീധനം കുറച്ചുകൂടി വേണമെന്ന് നിനക്ക് തോന്നിയോ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു, ആ പെൺകുട്ടി ഇവൻ വിചാരിച്ച അത്രയും പഠനമില്ലെന്ന് ഇവൻ കല്യാണം ആലോചിച്ച സമയത്ത് അറിയാമല്ലോ. ഇനി ഇവൻ വിചാരിക്കുന്ന പോലെ ബിക്കിനി ഇട്ട് നിൽക്കുന്ന മോഡേൺ അല്ലെന്ന് അവനറിയാമല്ലോ. ഇത് രണ്ടും അറിഞ്ഞിട്ട് പിന്നെ ഇവൻ എന്തിന് കെട്ടാൻ പോയി? ആ സമയത്ത് 200 പവനെന്ന് കേട്ടപ്പോൾ തള്ളേ 200 പവൻ. ഇനി കാറും വീടും ഒക്കെ കിട്ടുന്നു പറഞ്ഞപ്പോൾ അതും മനസ്സിൽ കണ്ടും കൊണ്ട് ആയിരിക്കും നല്ല ആണ്. കുറെ കഴിഞ്ഞപ്പോൾ ഇവന് പണവും കാര്യങ്ങളൊക്കെ വന്ന് കുന്തളിപ്പ് വന്നപ്പോൾ എനിക്കിതൊന്നും പോരെ, ഇതിന്റെ അപ്പുറം വേണം. ഇവൻ മറ്റു ഷാറൂഖ് ഖാനല്ലേ നിൽക്കണേ മൊട്ടത്തലേ. കളിയാക്കുന്നില്ല. ഇവനെ പോലുള്ളവന്മാരെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമ്മാനം കിട്ടത്തില്ല എന്ന് വെച്ചിട്ട് ഞാൻ മറ്റേ കിടിലൊന്നല്ല. അവന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അവൻ മറ്റേ ലോക സുന്ദരനെ പോലെയാണ്. ഞാനൊന്നും പറയണില്ല കഴപ്പന്മാര്. 200 പവനും വീടും മറ്റു സ്വത്തുക്കളുമെല്ലാം ഏക മകൾക്ക് കൊടുത്തിട്ടും സ്ത്രീധനം കുറഞ്ഞുപോയെന്നായിരുന്നു ആക്ഷേപം. വിദേശത്തുള്ള ഉണ്ണികൃഷ്ണൻ ഫോൺ വിളിക്കുകയോ വിളിച്ചാൽ എടുക്കുകയോ ചെയ്തിരുന്നില്ല. കേട്ടല്ല, വിദേശത്തുള്ള ഉണ്ണികൃഷ്ണൻ ഈ ഗ്രീമ എന്ന് പറയുന്ന പെൺകുട്ടി ഫോൺ വിളിക്കുകയോ ഇങ്ങോട്ടൊക്കെ വിളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല. കാരണം അവന് മോഡേൺ വേണം. അവൻ മറ്റേ ഋത്തിക് റോഷനായിട്ടല്ല നിൽക്കണേ ചൊട്ട. ഇനി ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. കണ്ട 200 പവൻ. ഇതിൽ തന്നെ ഫോട്ടോയിൽ തന്നെ കാണാം. ഒറിജിനൽ ആയിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കില്ല. 200 പവൻ സ്വർണം കിട്ടിയിട്ടും അവർ അണ്ണാക്കി തികയുന്നില്ല. ഇവിടെ നല്ല പെണ്ണുങ്ങൾക്ക് നല്ല പയ്യന്മാരെ കിട്ടത്തില്ല, നല്ല പയ്യന്മാർക്ക് നല്ല പെണ്ണുങ്ങളെ കിട്ടത്തില്ല. ഇതൊരു ഒരു ചരിത്രമാണ്, അത് മാറുന്നില്ല. ബാക്കി 3 മാസം മുമ്പുണ്ടായ അച്ഛൻ രാജീവിന്റെ മരണത്തിന് പിന്നാലെ വിവാഹബന്ധത്തിലെ പൊരുത്തക്കേടുകളും ഗ്രീമിയെയും അമ്മ സജിതയെയും തളർത്തി. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈയിൽ പിടിയിലായ ഉണ്ണികൃഷ്ണനെ ഇന്ന് നാട്ടിലെത്തിക്കും. ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകളാണ് ഉണ്ണികൃഷ്ണനെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാലും ഇവനെ പോലുള്ളവന്മാർക്ക് ശിക്ഷ കൊടുക്കുക. ഇതുപോലുള്ള ഓരോ നാറുകൾ ഓരോ കല്യാണം കഴിച്ച ഓരോ പെൺകുട്ടികളുടെ ജീവിതവും ജീവനുമാണ് തൊലച്ചു കളയുന്നത്. ഇതുപോലുള്ളവന്മാർക്കെതിരെ നടപടി എടുക്കണം. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരേ നിയമം കൊണ്ടുവരണം. അല്ലാണ്ട് സ്ത്രീകൾക്കൊരു നിയമം, അവർക്ക് വേറൊരു പ്രിവിലേജ്, പുരുഷന്മാർക്ക് വേറൊരു രീതി, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പണവും പദവിയൊന്നും നോക്കല്. കുറ്റം ചെയ്യുന്ന ആരായാലും അവരെ ശിക്ഷിക്കണം. ഈ നാറി കാരണമായിട്ടാണ് ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ അമ്മയും ഈ ഭൂലോകത്ത് നിന്ന് ഇല്ലാതായിട്ടുള്ള ഈ ഫെമിനിസ്റ്റുകൾ, ഫേക്ക് ഫെമിനിസ്റ്റുകൾ, ഹൈപ്പിൽ നിൽക്കുന്ന ന്യൂസുകളിൽ മാത്രം കയറിയിരുന്ന് സംസാരിക്കുന്ന ഫേക്ക് ഫെമിനിസ്റ്റുകൾ എവിടെ? ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ നിങ്ങൾ ആരും കാണുന്നില്ല. നിങ്ങളെവിടെ? ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ നിന്നെ ഒറ്റ ഒരെണ്ണത്തിനെ കാണുന്നില്ല. ഹൈപ്പിൽ ഏതെങ്കിലും ന്യൂസ് കത്തിക്കഴിഞ്ഞാൽ അവിടെ വരും.
കൂടും കുടുക്കി എടുത്തോണ്ടിരുന്നു. ബാക്കി ഒന്നിലും കാണത്തില്ല. ആനങ്ങത്തില്ല അവളുമാര്. കള്ളികൾ, പാടിച്ച കള്ളികൾ. ഈ പെൺകുട്ടി എന്തുമാത്രം മാനസികമായിട്ട് തളർന്നിട്ടായിരിക്കും ഈ പെൺകുട്ടിയും ആ അമ്മയും കൂടി അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഒരിക്കലും അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പെൺകുട്ടിയെ കണ്ടാൽ തന്നെ അറിയാം. അതുപോലെ ഈ പെൺകുട്ടി പല വട്ടമായിട്ട് അവന്റെ പിന്നാലെ നടന്നിട്ടും അവൻ ഫോൺ എടുക്കത്തില്ല. അങ്ങനത്തെ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പിന്നെ ഇവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും സ്വയം ജീവൻ കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആർക്കെങ്കിലും? എനിക്ക് തോന്നുന്നില്ല. ഇനി ആ കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. എൻ്റെ ലോക്കറിലുള്ള 200 പവന്റെ ഗോൾഡും കമലേശ്വരത്ത് ഉള്ള 2800 സ്ക്വയർ ഫീറ്റ് വീട് 10 സെന്റ് സ്ഥലവും എൻ്റെ മാമന്മാരായ സജിത്ത് രാജസൽ, സാജൻ രാജസൽ ഇവരുടെ പേർ ചേർത്ത് ഇവരുടെ പേർക്ക് ഉണ്ണികൃഷ്ണനും അല്ലെങ്കിൽ ഉണ്ണിയുടെ ബ്രദേഴ്സ് ആയ ചന്തുവും ആനന്ദും നിയമപരമായി അവകാശം ഒഴിഞ്ഞു കൊടുക്കണം. കേട്ടല്ലോ? അതായത് ഈ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ സഹോദരങ്ങളും ഭർത്താവും എല്ലാം കൂടി നിയമപരമായിട്ട് ഇവർക്ക് ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു കുറിപ്പാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇനി നിയമപരമായിട്ട് നിനക്കൊക്കെ അതിൽ അവകാശമില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഉണ്ണിക്കണ്ണന്റെ സഹോദരൻ കണ്ണൻ വന്നിരുന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് മെഴുകണത്. മെഴുകല്ലോട്ടം വരാം. അതിന് മുമ്പേ ഇതൊന്ന് വായിക്കട്ടെ. എൻ്റെ അച്ഛൻ്റെ എന്തൊന്ന് വായിക്കാനും പറ്റുന്നില്ല. ചിറയിൻ കീഴിലുള്ള ആണെന്ന് തോന്നുന്നു കേട്ടോ. ചിറയിൻ കീഴിലുള്ള കുടുംബ സ്വത്തുകളും എൻ്റെ കടക്കാവൂരിലുള്ള കുടുംബ സ്വത്തുക്കളും ഇതിന്റെ കൂടെയുണ്ട്. എല്ലാ വസ്തുക്കളുടെയും പ്രമാണവും ബാങ്ക് പാസ്ബുക്കും ആധാർ കാർഡും പാൻ കാർഡും ലോക്കറിന്റെ കീ ആണെന്ന് തോന്നുന്നു. ലോക്കറിന്റെ കീ ബാങ്ക് ഓഫ് ബറോഡ എന്തുവാടെ ലോക്കർ നമ്പർ 65, 2 കാറിന്റെ RC ബുക്ക്, ഹോണ്ട സിറ്റി ആൻഡ് ഹോണ്ട സിവിക്. അപ്പൊ നല്ല അത്യാവശ്യം പൈസ ഉള്ള ടീമാണ്. ഹോണ്ട സിറ്റി ഹോണ്ട സിവിക്കും ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും കീയും എല്ലാം കൂടിയൊക്കെ ബാങ്ക് ലോക്കറിലും ഒക്കെ ആയിട്ട് വച്ചിട്ടുണ്ട്. അവിടെ പോയി എടുത്തോളാനുള്ള സെറ്റപ്പിലാണെന്ന് തോന്നുന്നു ആ കുറിപ്പിൽ എഴുതിയിട്ടുള്ള. ഞാൻ ഈ അയച്ച ലെറ്റർ എൻ്റെ ഫാമിലി ഗ്രൂപ്പിലും പിന്നെ 1-2 വേണ്ടപ്പെട്ടവർക്കും അയക്കുന്നുണ്ട്. ആരും ഓടിപ്പിടിച്ച് വരണ്ട. സൈനൈഡാണ് കേട്ടോ കഴിക്കുന്നത്. ഈ സാധനം എൻ്റെ അച്ഛൻ ഉള്ളപ്പോഴേ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഈ മനുഷ്യനോട് ഉണ്ണി, അതായത് ബ്രാക്കറ്റ് കൊണ്ട് അവന്റെ പേരിട്ടിട്ടുണ്ട്, കെഞ്ചിക്കൊണ്ട് ഒരു കച്ചിത്തുരുമ്പെങ്കിലും വിടാൻ പറ്റുമെന്ന് വിചാരിച്ച് അയാളുടെ കാല് പിടിച്ചു കാരണം നടന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നവന്റെ കാല് പിടിച്ച് നടന്നിട്ടുണ്ട് എങ്ങനെയെങ്കിലും അവനുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനായിട്ട്. അത് ഈ ലെറ്ററിൽ നിന്നും വ്യക്തമാണ്. ഇത്രയും എഴുതി വെച്ചിട്ട് അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും സ്വയം ജീവൻ എടുക്കുമോ എന്നുള്ളൊരു ചോദ്യം ആണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അവനും അവന്റെ കുടുംബം പറയുന്നത് നമ്പാൻ പറ്റത്തില്ല, വിശ്വസിക്കാൻ പറ്റത്തില്ല. ഫ്രോഡുകളാണ്, ലിറ്ററലി ഫ്രോഡുകളാണ്. ആ കുടുംബം അടക്കം ഇവന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചു. അതൊക്കെ ഇവർക്ക് അറിയാം. അതായത് നിനക്ക് ഇതിനേക്കാൾ നല്ല പെണ്ണ് കിട്ടത്തില്ല കേട്ടോ, നിനക്ക് പഠനമുള്ള പെണ്ണ് കിട്ടത്തില്ല കേട്ടോ, ഇവള് മൊട്ടനല്ല കേട്ടോ, ഈ ഒരു സാധനങ്ങൾ നിനക്ക് സ്ത്രീധനം കുറഞ്ഞു കേട്ടോ, നിന്റെ പഠനമൊക്കെ വെച്ചിട്ട് നിനക്ക് ഇനിയും കൊക്കക്കോടികൾ ഇട്ട് അംബാനിയുടെ മരുമോളെ കെട്ടിച്ചേരും കേട്ടോ എന്നൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആയിരിക്കണം അടിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവന്റെ കുടുംബക്കാരുൾപ്പെടെ ഇതിൽ പ്രതികളാണ്. അതുകൊണ്ട് അവർ വന്നിരുന്ന് മെഴുകുന്നതും ന്യായീകരിക്കുന്നതും കണ്ടും കൊണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കരുത്. ഇനി ഞാൻ ആ ഒരു വിഷയത്തിലോട്ട് വരാം. ഉണ്ണികൃഷ്ണന്റെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്ന് സഹോദരൻ BM ചന്തു. ഗ്രീമയോടുള്ള അമ്മ സജിതയുടെ അമിത വാത്സല്യവും സ്വാർത്ഥതയുമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണം. സജിതയുടെ നിയന്ത്രണത്തിലാണ് ഗ്രീമ ജീവിച്ചിരുന്നത്. ഹണിമൂൺ ട്രിപ്പിനിടെ പോലും നിരന്തരം ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുകയായിരുന്നു അമ്മ എന്ന് അദ്ദേഹം പറയുന്നു. കൗൺസിലിംഗ് നടത്തിയിട്ടും പ്രയോജനം ഉണ്ടായില്ലെന്നും ചന്തു. ചന്തു ഈ പേരാണ് ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ കണ്ടല്ലേ? ചന്തു വിട്ടുകൊടുക്കണം വസ്തു എന്നാണ് പറയുന്നത്. കേട്ടല്ലോ? അവർക്ക് വിട്ടുകൊടുക്കണം, നീയൊന്നും അനുഭവിക്കേണ്ട എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് ആ ലെറ്ററിൽ എഴുതി വെച്ചിട്ടുള്ളത്. നിന്നെയൊക്കെ പോലുള്ള കഴിപ്പണം കെട്ടവന്മാർ ഇനി അത് അനുഭവിക്കാൻ അർഹരല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, നീ പറയുന്നത് എന്താ? അമ്മയാണ് പ്രശ്നക്കാരി അല്ലേ? ആ മരണപ്പെട്ടു പോയ അമ്മയാണ് പ്രശ്നക്കാരി. ഹണിമൂണിന് വിടുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മാട്ടയാണ് കൊട്ടയാണ് തേങ്ങയാണ് കൊലയാണ്. നാണം ഉണ്ടാടാനൊക്കെ നൈസായിട്ട് ആ ഭൂലോകത്തുനിന്ന് മാഞ്ഞുപോയ രണ്ടുപേരുടെ തലയിലെല്ലാം കൂടി അങ്ങോട്ട് വയ്ക്കുകയാണ്. സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് മറിച്ചതാണ് അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് ഇങ്ങനെയൊക്കെ ഭ്രാന്തായിരുന്നു രണ്ടെണ്ണത്തിന്. രണ്ടും കൂടി ചങ്ങലയെ കിടന്നേനെ പൊട്ടിച്ചോണ്ടാണ് പോയത്. നീ ഇങ്ങനെയൊക്കെ ഇതിനേക്കാളും നല്ലത്. ഈ ഭൂലോകത്തൊന്നും ഇല്ലാതായ രണ്ടുപേരെയും ചെളിവാരെ മാക്സിമം വീണ്ടും അടിക്കുകയാണ്. ജീവിച്ചിരുന്ന സമയത്ത് നീയൊക്കെ കുറെ അടിച്ചു. അത് ആ ലെറ്ററിൽ നിന്നും മനസ്സിലാക്കാം, ബാക്കിയുള്ളവർ പറഞ്ഞതും ന്യൂസും ഒക്കെ വെച്ച് മനസ്സിലാക്കാം വ്യക്തമായിട്ട്.
അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നവൻ മാത്രമല്ല പ്രതി. നോട്ട് ദ പോയിന്റ് എന്ന് പറഞ്ഞ് വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറയുന്ന കേസ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്ക്. അതായത് ഇവരുടെ കുടുംബമടക്കം, ഉണ്ണികൃഷ്ണന്റെ കുടുംബമടക്കം ഇതിൽ പ്രതികളാണ്. അവർക്കടക്കം ഇതിൽ പങ്കുണ്ട്. ഇനി സഹോദരൻ അളിയൻ പറയുന്ന നമുക്കൊന്ന് കേൾക്കാം. ഉണ്ണികൃഷ്ണന്റെ പേര് എഴുതി വെച്ചിട്ടാണ് അവർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഈ ആത്മഹത്യക്ക് പിന്നിൽ ഉണ്ണികൃഷ്ണന്റെ ഉപദ്രവമാണെന്നാണ് പറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്? അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതെ, അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലേ. തല്ല, നമ്മളെങ്ങനെയാണ്, നമ്മൾ ഡീസൻ്റ് ആണ്, നമ്മൾ അറിഞ്ഞോളൂ. തല്ല, ഇതെങ്ങനെ ലിറ്റർ മൈൻഡ് ഇരിക്കണം. അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണെന്ന്. അത് ശരിയാണെന്ന് നീ ഒരിക്കലും അറിയില്ലല്ലോ. നിന്റെ സഹോദരനെയല്ലേ നീ രക്ഷിക്കാൻ നോക്കത്തുള്ളൂ. നിന്റെ സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ലേ നീ സംസാരിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് തെറ്റാണെന്ന് നീ ഒരിക്കലും പറയത്തില്ല. അതാണ് അതിന് മറ്റൊരു സത്യം, മറ്റൊരു വാസ്തവം. എൻ്റെ പൊന്നളിയാ, നമ്മളെ തിന്നുന്ന ചോറ് തന്നെയാണ്, തീട്ടമല്ല കേട്ടാ. നീ ചിലപ്പോൾ തീട്ടമായിരിക്കും തിന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നിട്ട് തുപ്പുമ്പോൾ വിശ്വസിക്കുമെന്ന് നീ വിചാരിക്കുന്ന നാട്ടുകാർ. നമ്മൾ മണ്ടന്മാരല്ല, അതാദ്യം മനസ്സിലാക്കുക കേട്ടാ. ഒരു കാര്യമില്ലാതെ അവർ രണ്ടുപേരും തീരത്തില്ല. ഇപ്പം നിന്റെ പേരിലൊരു കേസ് കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് രണ്ട് ഭാഗം കേട്ടിട്ട് നമുക്ക് ഒന്ന് ജഡ്ജ് ചെയ്യേണ്ട ഒരു കാലതാമസം എടുത്തേനെ. പക്ഷേ ഇത്രയും വലിയ തോന്നിവാസം കാണിച്ച ടീമുകളെ ആ കുടുംബം അടക്കം അറിയാം. അതായത് ഇവർ രണ്ടുപേരും അവരുടെ കുടുംബത്തിലുള്ളവരടുത്ത് വരെ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് സ്ത്രീകൾ, മരണപ്പെട്ടു പോയ രണ്ട് സ്ത്രീകൾ അവരുടെ കുടുംബത്തിന്റെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ന്യൂസിൽ വന്ന സമയത്ത് ഉണ്ണികൃഷ്ണനും അവന്റെ കുടുംബവും ഉൾപ്പെടെ ഉണ്ടെന്നുള്ളത് അവരുടെ ഭാഗത്ത് നിന്ന് മൊഴിയിൽ വന്നിട്ടുള്ളത്. അത് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ഇപ്പുറത്ത് വന്നിരുന്ന ഓപ്പോസിറ്റ് ആയിട്ട് ചേട്ടനെ വെളുപ്പിച്ച് അനിയനും വെളുത്തങ്ങ് പോവാന്ന് വിചാരിച്ചില്ലേ? വെളുപ്പിക്കുക. ഇപ്പൊ ശരിയാക്കി തരാം, എല്ലാം കൂടി വെളുപ്പിച്ച് തരാം ഞാൻ. ഇപ്പം ഇവരുടെ കല്യാണം കഴിഞ്ഞത് 2019 സെപ്റ്റംബർ മാസത്തിലാണ് കല്യാണം കഴിഞ്ഞത്. ചേട്ടൻ അപ്പോൾ അയർലൻഡിൽ PhD ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. കല്യാണം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ഹണിമൂണിനായിട്ട് ആൻഡമാനിലോട്ട് പോയി. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ തിരിച്ച് അയർലൻഡിലോട്ട് പോയത്. ഈ കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ്റെ അന്ന് രാത്രി വരെ ചേച്ചിയുടെ പാരൻസ് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് 6 മണിയായപ്പോഴും അവർ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു ഇതൊരു ഒറ്റ മോളായിരുന്നു ആ ചേച്ചി. അറ്റാച്ച്മെൻറ്റ് ഡെഫിനറ്റ്ലി നാച്ചുറലി കാണും, ആ ഒരു ഇതുകൊണ്ടാണ് എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും ഇവർക്കൊരു പ്രൈവസി ഒരിക്കലും കിട്ടിയിട്ടില്ല. ഒരു കണ്ടിന്യൂസ് 24 അവർ ആ ഹണിമൂൺ പീരീഡ് അല്ലാതെ ചേട്ടനും ചേച്ചിയും തിരുവനന്തപുരത്തോ വേറെ ഒരു സ്ഥലത്തോ ഒരു 24 അവർ അവർക്ക് ഒരുമിച്ച് അവരുടെ പാരൻസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബിഗിനിങ്. ഒരു എന്തെങ്കിലും ഒരു അസ്വാഭാവികത നമുക്ക് തോന്നുന്നത് അപ്പോഴാണ്. കൈയടിക്ക്. അവരെ മകളെ സ്നേഹിച്ചു. ഒരു ഒറ്റ മോളല്ലേ, ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് അവർക്ക് വിഷമം കാണും. കുറച്ച് ദിവസം അവരിങ്ങനെയൊക്കെ നിൽക്കാൻ ശ്രമിച്ചു കാണും, ഒക്കെയാണ്. പക്ഷെ ഈ പെൺകുട്ടി, ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നവന് നിരന്തരം ഫോൺ വിളിച്ചിട്ടും അവൻ എടുത്തിട്ടില്ല. പിന്നെ ലാസ്റ്റായിട്ട് ഏതോ മരണ വീട്ടിൽ വന്നപ്പോൾ ഇവൻ്റെ അടുത്ത് പോയി സംസാരിച്ചപ്പോൾ അപമാനിച്ച് വിട്ടു. ഇങ്ങനെ പലതവണ അവഗണനയെ അപമാനമൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ കുടുംബം വച്ചിട്ടുള്ള കുറച്ച് ആരോപണങ്ങളുണ്ട്. പെൺകുട്ടിക്ക് വിദ്യാഭ്യാസമില്ല, പെൺകുട്ടി മോഡേൺ അല്ല. ഇത് നീയും നിന്റെ കുടുംബവും ഉണ്ട് ഇതിൽ പങ്ക്. അതിനെപ്പറ്റിയൊന്നും അണ്ണന് മിണ്ടാനില്ല. അണ്ണൻ ചുമ്മാരും തള്ളി അങ്ങ് മറിക്കുക. കൊള്ളാടാ, കേട്ടോണ്ടിരിക്കണം. നമ്മളെല്ലാം പോങ്ങന്മാരില്ലേ? കൊള്ളാം, നല്ല ആണി പോണി, എന്തായാലും കൊള്ളാം. ഹണിമൂണിന് പോയ സമയത്ത് തന്നെ ഇവരെന്തോ ആക്ടിവിറ്റിയിലോ ട്രിപ്പിലോ ആയിരുന്ന സമയത്ത് ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ടൂർ ഓപ്പറേറ്ററിൻ്റെ ഹോട്ടലിൻ്റെ നമ്പർ മേടിച്ചു. ആൻറ്റി ആ ഹോട്ടലിൽ വിളിച്ചു, ഇവർ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ള ഇൻസിഡൻസ് ഉണ്ട്. നമുക്കിതൊക്കെ ആദ്യം വളരെ ഓക്കെ, എന്തോ ഒരു പ്രശ്നമുണ്ട്, ബട്ട് നാച്ചുറലായിട്ടാണ് തോന്നിയത്. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ചേച്ചി അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ചേട്ടന് ഒരു റെസ്പോൺസ് കൊടുക്കുകയും, അല്ലെങ്കിൽ ഇപ്പോൾ ചേട്ടൻ അത് കഴിഞ്ഞ് അയർലൻഡിൽ പോയി കഴിഞ്ഞതിന് ശേഷവും സംസാരിക്കുമ്പോൾ, ഫോണിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും അത് ലൗഡ് സ്പീക്കറിലാണ് ഫോൺ. ചേട്ടൻ ചേച്ചിയുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾക്ക് പലപ്പോഴും മറുപടി തന്നുകൊണ്ടിരുന്നത് ആൻറ്റിയാണ്, ചേച്ചിയുടെ അമ്മയാണ് മറുപടി കൊടുത്തുകൊണ്ടിരുന്നത്. ചേച്ചിക്ക് അങ്ങനെ ഒരു ഇൻഡിപെൻഡൻസിയോ അല്ലെങ്കിൽ ഇവരുടെ മാരേജ് ലൈഫിൽ ഒരു പ്രൈവസിയോ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു ഇനിഷ്യൽ കാര്യം. ഇതിലെന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇപ്പം ചേട്ടൻ്റെ ഒരു ഇതിലെന്ന് വെച്ചാൽ, ഇപ്പം എന്തൊരു ആർഗ്യുമെൻറ്റ് ഇപ്പം സംസാരിച്ച് തുടങ്ങുന്നതിൻ്റെ എൻഡെന്ന് അവർ പറയുന്നത് ഇപ്പോൾ ചേച്ചി സൂയിസൈഡ് ചെയ്ത് കളയുന്നത് തന്നെയാണ് അന്ന് തൊട്ടേ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ ഇഷ്ടമില്ലാത്ത എന്ത് കാര്യം പറഞ്ഞാലും ആ ഒരു കോൺവെർസേഷൻ്റെ എൻഡിൽ ഒന്നുകിൽ സൂയിസൈഡോ അല്ലെങ്കിൽ പിണങ്ങി ഇവിടുന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്ന പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. ചേട്ടൻ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒരു 2 തവണ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അനന്തപുരി ഹോസ്പിറ്റലിലും PRS ഹോസ്പിറ്റലിലും സൈക്കോളജിസ്റ്റുകളെ ഫാമിലി കൗൺസിലിങ്ങിനായിട്ട് 2 തവണ പോയിട്ടുണ്ടായിരുന്നു. ചേട്ടനും ചേച്ചിയും ചേച്ചിയുടെ പാരൻസും ഞങ്ങളുടെ പാരൻസുമായിട്ട് 2 തവണ പോയിട്ടുണ്ട്. ഐ മീൻ 2 കൗൺസിലിംഗ് കോഴ്സസ് ഇതിനായിട്ട് പോയിട്ടുണ്ട്. അതൊന്നും അവർ പൂർത്തീകരിക്കാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, ഫസ്റ്റ് സെക്കൻഡ് വിസിറ്റിലൊക്കെ തന്നെ നമ്മളെ സൈക്കോളജിസ്റ്റ് ഈ പറഞ്ഞതുപോലെ ഇത് ഡിവോഴ്സ് ആവുന്നതാണ് നല്ലത്, ഇത് ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ ആണെന്നൊക്കെ തന്നെ അവർ പറഞ്ഞു. ആദ്യം എല്ലാവർക്കും, ഫാമിലിയിലുള്ളവർക്ക്, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഒരു സൂയിസൈഡ് നോട്ട്, ഒരു 3 പേജുള്ള ഒരു സൂയിസൈഡ് നോട്ട്, 1 ഇങ്ങനെ ചെയ്യുന്നെന്നും 2 ഈ അവരുടെ സ്വത്തുക്കളും ഈ സ്വർണവും ഒക്കെ എവിടെയോ ഒരു സ്ഥലത്ത് ലോക്കറിൽ ഉണ്ടെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസും, പിന്നെ അങ്ങനെ ഒരു 3 ലെറ്റർ ആയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അയച്ചു തരികയും
അത് ആക്ച്വലി ഒരു മണിക്കോ അങ്ങനെ എന്തൊരു സമയത്താണ് അയച്ചു തന്നത്. ഒരു 1:30 ആയപ്പോഴോ 1:45 ഇങ്ങനെ അങ്കിൾ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ ആക്ച്വലി വിശ്വസിച്ചില്ല. ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്കല്ല, തുടക്കം മുതലേ സൂയിസൈഡ് ത്രെറ്റനിങ് ആണ്. എന്ത് പറഞ്ഞാലും അവസാനം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ ഇതൊന്നും ആക്ച്വലി ഇപ്പം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, മൊബൈലേക്ക് എടുത്തില്ല. ഇത് ഒരു നോർമൽ ഇതുപോലെ വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യം. ഇതാണ് ശരിക്കും സംഭവിച്ചത്. എന്തായാലും ആത്മഹത്യ കാരണമാണ് നിങ്ങൾ വരുന്നത്? അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്നത് എൻ്റെ ചേട്ടൻ എന്തായാലും മാനസികപരമായിട്ട് പുള്ളിക്കാരിയെ പീഡിപ്പിച്ചതായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോന്നൽ എനിക്ക് എന്തായാലും ഉണ്ടായിട്ടില്ല. പകരം തിരിച്ച് ഈ ഒരു ഭീഷണിയിൽ മുൾമുനയിലായിരുന്നു ചേട്ടൻ നിന്നിരുന്നത്. അത് മാത്രമല്ല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അനിയന്മാർ, ഇപ്പം ഞാനും ഫാമിലിയായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതേപോലെ ആൻറ്റി, അമ്മ, ഞങ്ങളുടെ പേരിൽ ഡൊമസ്റ്റിക് അങ്ങനെ എന്തോ ഒരു ചാർജ് ഇട്ട് അങ്ങനെ തന്നെ ചെയ്യുമെന്നും അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് സൂയിസൈഡ് ചെയ്യുന്ന വരെയുള്ള ത്രെറ്റനിങ് നടത്തിയിട്ടുണ്ട്. ആ ഒരു ഇതിൽ തന്നെയായിരുന്നു, പേടിയിൽ തന്നെയായിരുന്നു ചേട്ടൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ചേട്ടനായിരുന്നു ആക്ച്വലി ഈ പറയുന്ന ഇവർ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ഉണ്ടായിരുന്നത്. ഓക്കെ, ചേട്ടൻ അങ്ങ് വിളിപ്പിച്ചല്ല അനിയെ, നല്ല അനിയണ്ട, നീയാണ്ട അനിയെ. സഹോദരന്മാരായ ഇങ്ങനെ തന്നെ വേണം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനൊരു പോയിന്റ് ചോദിക്കട്ടെ. ഇങ്ങനെ ഇവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലെറ്റർ എഴുതാനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭീഷണിപ്പെടുത്താനും, നിങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്നാണല്ലോ പറയുന്നത്, അതെന്തിനാ? അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. നീ പറയുന്നത് എന്താ? ആ മകളും നിന്റെ ചേട്ടനും കൂടി സംസാരിക്കുന്ന സമയത്ത് അവർ ഇടയിൽ കയറി ഫോണിൽ സംസാരിക്കും, ഒരു സ്പേസ് കൊടുക്കുന്നില്ല. ഓക്കെ, അങ്ങനത്തെ വിഷയങ്ങൾ പല കുടുംബങ്ങളിലും ഉണ്ട്. എന്തിന്? ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് പോകുമ്പം അമ്മാവൻ കയറി വണ്ടിയിലിരിക്കുക, അമ്മാവൻ കൂടെ പോവുക. എവിടെ പോണ്? നീ എന്തിനു പോണ്? ഇപ്പൊ പോണ്? ഇങ്ങനെയൊന്നും പൊക്കൂടാ. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതൊന്നും എനിക്കും താല്പര്യമുള്ളൊരു കേസല്ല. പക്ഷേ അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവൻ എടുക്കണമെങ്കിൽ അതിൽ അതിൻ്റെതായ റീസൺ ഉണ്ട് മോനെ, ഉണ്ട്. അവരാദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളാവാം. ഏത്? നിന്റെ ചേട്ടൻ, നീയും നിന്റെ ചേട്ടനും കുടുംബമായിട്ട് മോഡേൺ അല്ല, പഠനമില്ല, വിദ്യാഭ്യാസമല്ല, തന്ന സ്വർണം കുറഞ്ഞു പോയി, സ്ത്രീധനം പോരാ, ഇനിയും വേണം. ഈ സ്റ്റേറ്റ്മെന്റുകളാവാം. ഇത്തരം കാര്യങ്ങളായിരിക്കണം മാനസികമായിട്ട് അവരെ തളർത്തിയിട്ടുള്ളത്. നോട്ട് ദ പോയിന്റ്. അല്ലാണ്ട് നീ പറഞ്ഞ റീസൺസ് വെച്ചിട്ട് ഒരിക്കലും ആ കുടുംബം അവരങ്ങനെ ചെയ്യത്തില്ല. പ്രത്യേകിച്ച് ആ പെൺകുട്ടി പലതവണ നിന്റെ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. നിന്റെ ചേട്ടൻ അത്ര പെർഫെക്റ്റ് ആയിരുന്നു, നല്ലവനാണെങ്കിൽ എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല, സംസാരിച്ചില്ല? അതുകൊണ്ട് നോട്ട് ദ പോയിന്റ്. എനിക്കിവിടെ നല്ല മിസ്റ്റേക്ക് തന്നെയാണ് നിങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബം മൊത്തം. സത്യം പറഞ്ഞാൽ എല്ലാത്തിനെയും പിടിച്ച് ചോദ്യം ചെയ്യണം. ഒന്നിനെയും വെറുതെ വിടാൻ പാടില്ല. ഒട്ടുക്കത്ത ഇത്. പെണ്ണ് കെട്ടുമ്പോൾ അറിയില്ലായിരുന്ന മോഡേൺ അല്ലെന്നും നിന്റെ ചേട്ടന്റെ അത്ര വിദ്യാഭ്യാസം ഇല്ലെന്നും സ്ത്രീധനം ഇത്രേ പറ്റുള്ളൂ. 200 പവൻ ഇന്ന് 2 കോടിക്ക് മേളിൽ വിലയുണ്ട്. എന്നിട്ടും തികയുന്നില്ല ഒരുത്തനും ഒരുത്തിക്ക്. പണം വേണോടാ? പണം സ്വന്തമായിട്ട് ഉണ്ടാക്കണം. അതിലൊരു അന്തസ്സുണ്ട്, ഒരു ക്വാളിറ്റി ഉണ്ട്. സ്വന്തമായിട്ട് 10 പൈസ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന സുഖം, അതാണ് സുഖം. അല്ലാണ്ട് വന്നു കയറുന്ന പെണ്ണിന്റെ അപ്പം കഷ്ടപ്പെട്ടുണ്ടാക്കിയത് വാങ്ങിച്ചു വെച്ചിട്ട് ഞണ്ണുന്നത് അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. കേട്ടാ, എനിക്ക് ഇത്രയും പറയാനൊന്നും തോന്നി. ഇതെല്ലാം കൂടുതൽ അപ്ഡേഷൻസ് നമുക്ക് നോക്കാം, വരുന്ന സമയത്ത് പറയാം. പുതിയൊരു വീഡിയോ ഇട്ടണം.